ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിലും ഇങ്ങോട്ടോ എവിടെയുണ്ട്? എന്തെല്ലാം ഈ വായി കൊള്ളാത്ത ഡയലോഗുകൾ ഭരതനും ഫാസിലും ഒക്കെ ഉള്ള. നിങ്ങളാരാ? ഞാൻ ആരാണ്? ആയിരിക്കണ ഇത്തിരി പോയുള്ള പൊടി പൈലെടുത്ത് ചോദിക്കും ഞാൻ ആരാന്ന്. ഒരിക്കൽ ഞാൻ പറഞ്ഞാണ് ഞാൻ ആരാണെന്ന്. ഇനി എന്റെ കൂടെ ചോദിച്ചാലും മമ്മൂട്ടി എണ്ണാണെന്നോ അമ്മയുടെ ഞാൻ വിചാരിക്കല്ല. എനിക്കെന്റെ കലിപ്പളം കേട്ടാ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കയറി ഇടപെടരുത്. മോട തുടങ്ങി. ഈ മമ്മൂട്ടി എണ്ണന്റെ ഒരു ജോട മോട കണ്ട ഏട വേടുവാണ്. പ്രോഗ്രാം തടസ്സപ്പെടുത്തിയാൽ തന്നെ പിടിക്കാൻ പോലീസിനെത്തിക്കും. ഉള്ളത് പറയാനാണ്. ഇതുവരെ തട്ടേക്കരി കളിച്ച ഐറ്റങ്ങളെല്ലാം നല്ല ഞെരിപ്പനായിട്ട്. പക്ഷേ കുറെ പയലുകൾ ഇവിടെ കായകളെല്ലാം മുടക്കി കാമഡികളാണ് കയറിയിരിപ്പുണ്ട്. അവർക്കുള്ള ഐറ്റങ്ങൾ വല്ലോണ്ടേ വരി വെതറി. പിന്നെ അന്നെ മറ്റേ ഡാൻസ് വേണ്ട ഏട്ടാ, അതിവിടെ എറിക്കൂല. ഓക്കെ ശരി. അപ്പൊ ഇയാള് പറഞ്ഞ പോലെ അടുത്തതായിട്ടൊരു കോമഡി സ്കിറ്റ്. വരട്ടെ. അവതരിപ്പിക്കുന്നത് കൽപ്പന, ഭീമൻ രഘു, ജോണി, ബാബുരാജ്, അബു സലിം, അപ്പഹാജ, സന്തോഷ്, പൊന്നമ്മ ബാബു. പൊന്നമ്മ ബാബുക്കെ ഉണ്ടാ. പക്ഷെ എനിക്ക് ഈ ഭീമൻ രഘുവിനെയൊന്നും അത്ര കണ്ടിട്ട് വിശ്വാസം പോരേട്ടാ. പിന്നെ പൊന്നമ്മ ബാബു ഉള്ളതുകൊണ്ട് ഒരു സമാനമുണ്ട്. ഡീസന്റ് ആയിരിക്കും അല്ലേ? കളിക്കും. 5 പെങ്ങന്മാരുള്ള ഒരാങ്ങളയുടെ കഥ പറഞ്ഞു സൂപ്പർ ഹിറ്റ് ചിത്രം ഹിറ്റ്ലർ. ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നു ലേഡി ഹിറ്റ്ലർ. 5 ആങ്ങളമാരുള്ള ഒരു പെങ്ങളുടെ കഥ. ലേഡി ഹിറ്റ്ലർ. അയ്യോ കൊടുങ്കാറ്റല്ല, ഞാൻ കരച്ചതാ. ദാഹം തോന്നിയപ്പോ ബാറി പോയത് നന്നായി. പതുക്കെ പറ. ഹിറ്റ്ലർ മാധവി ചേച്ചി അങ്ങനെ കേട്ട പിന്നെ അത് മതി. നിങ്ങൾ 5 ആംഗ്ലമാരും ഇങ്ങനെ പേടിച്ച പിന്നെ അങ്ങനെ വിനാശകാല വിദേശ മദ്യം എന്നല്ലേ പഴംപുരി. ഞങ്ങളുടെ തറവാടിനൊരു ചീത്തപ്പേരൊക്കെ ഉണ്ട്. അത് കളഞ്ഞു കുളിക്കാൻ ഞങ്ങള് തയ്യാറല്ല. അത് പറഞ്ഞപ്പോഴോർത്തത്. ഞാനൊന്ന് പോയി കുളിച്ചിട്ട് വരാം. അത് വേണോ? കുളിച്ചേക്കാം. 5-6 ദിവസമായില്ലേ. രാവിലെ മുതൽ ഏതോ ഭർത്താവില്ലാത്ത സ്ത്രീ എന്റെ മൊബൈലിൽ മിസ്ഡ് കോൾ അടിക്കുന്നു. ഞാനിങ്ങളെ വഴിതെറ്റിക്കാൻ ഓരോന്ന് ഇറങ്ങിക്കോളൂ. കണ്ടോ, പിന്നെ മിസ്ഡ് കോൾ അടിച്ചു. എവിടെ നോക്കട്ടെ. ഇത് ഭർത്താവില്ലെന്നല്ല, ബാറ്ററി ലോ എന്നാ. 5 പേരിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു പെൺകുട്ടി ഒന്ന് നോക്കി നിറഞ്ഞാ മതി. മാധവി ചേച്ചി അവളുടെ പരിപ്പെടുക്കും. അയ്യോ, മാധവി ചേച്ചി വരുന്നുണ്ട്. ഗംഗേട്ടൻ ഇവിടെ നിൽക്കുന്നത് മാധവ ചേച്ചി കണ്ടാൽ ആകെ കുഴലപ്പോവും. എവിടെയെങ്കിലും പൊളിക്കാനോ? പൊളിക്കാനല്ല, പോയി ഒളിക്കാൻ. ആ മുറിയിലേക്ക് വെക്കോ. ഇനി എല്ലാവരും ഉറങ്ങിയ പോലെ കിടന്നോ. നീയുറങ്ങിയോ നിലാവേ, മഴനിലാവേ, മാധവി ചേച്ചി ഒന്നും പറ്റാതെ ഇങ്ങ് എത്തിയോ? 3-4 ടിപ്പർ ലോറി പോകുന്ന കണ്ടപ്പോ ഞാൻ വെറുതെ കൊതിച്ചു. ചേച്ചിയുടെ പൊന്നാങ്ങളമാര് കാത്തിരിക്കുകയായിരുന്നു. പൊന്നാങ്ങളമാരല്ല, പൊണ്ണനാങ്ങളമാര്. എന്താ എല്ലാവരുടെയും മുഖത്തൊരു കുണ്ഠിത ഭാവം? എന്തിന്റെ ഭാവം? സങ്കടഭാവം. അയ്യോ 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 മുറിയിൽ, അയ്യോ മുറിയിൽ. മാധവി ചേച്ചി, ആ മുറിയിൽ ലുങ്കി ഷർട്ടിട്ട ഒരാൾ. നിന്നെ ഈ വീട്ടിൽ കയറിയത് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? ഞാൻ അറിഞ്ഞോണ്ട് കയറിപ്പോയതല്ലേ. അറിഞ്ഞോണ്ട് കയറിയതാണോ നീ? കയറും. നെഞ്ചി കയറി ഞാൻ പൊങ്കാല ഇടുവടാ. എന്നെങ്ങനെ ഇക്കിളിയാക്കി കൊല്ലല്ലേ. നിന്റെ ഇക്കിളി പൊങ്കാലയോടെ മാറുവടാ. മാധവി ചേച്ചി, ഞാൻ മടുത്തു. സുല്ല് ഞാൻ മടുത്തില്ലടാ സുല്ലേ. മിണ്ടരുത് നീ. പെണ്ണുങ്ങളില്ലാത്ത വീട്ടിൽ കയറി അതിക്രമം കാണിക്കുന്നു. നട്ടും ബോൾട്ടും തിരിയാത്ത എന്റെ ആങ്ങളമാരെ വഴിതെറ്റിച്ചത് മതിയായില്ലടാ നിനക്ക്. മാധവി ചേച്ചി, എന്നെ മാത്രം കുറ്റം പറയണ്ട. ആങ്ങളമാരെ അടക്കി ഒതുക്കി വളർത്തണം. പറയടാ, പറഞ്ഞു കൊടുക്കടാ. നിനക്ക് വയറ്റിലുള്ള കാര്യം
മാധവി ചേച്ചി എന്നോട് പൊറുക്കണം. ചേച്ചി അറിയാതെ ഗംഗേട്ടൻ എന്നെ ഹോട്ടലിൽ കൊണ്ടുപോയി. ഇപ്പൊ എന്റെ വയറ്റിൽ ഗംഗേട്ടൻ വാങ്ങിത്തന്ന് പൊറോട്ടയും ബീഫ് കറിയും ഉണ്ട്. തിങ്കളേ കാർക്കൊണ്ടലിൽ മാഞ്ഞു കോടിലേ താരങ്ങളും തേങ്ങിയോ. കോതലിൽ വട്ട് കേൾക്കുന്നുണ്ടല്ലോ. അല്ല, വാതിലിൽ കൊട്ട് കേൾക്കുന്നുണ്ടല്ലോ. കുറ്റിയിട്ടിട്ടില്ല, കേറി പോന്നോളൂ. ഗുഡ് മോർണിംഗ് ടീച്ചർ. ടീച്ചറിന് നേരത്തെയാണല്ലോ. സമയം രാത്രി 1 മണി കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. ഒന്നും പറയണ്ട. എന്നാ പറയണ്ട. അല്ല പറയാം. എന്നാ പറ. മിണ്ടായിരടാ. പരീക്ഷയുടെ ഡേറ്റ് കിട്ടി. അപ്പോൾ ഇനി തീരെ സമയമില്ല. ഞാൻ ക്ലാസ് തുടങ്ങിക്കോട്ടെ. ഞങ്ങൾ മാറിത്തരാം. മക്കളെ വരൂ. ഇവിടെ എന്താ ഒരു പ്രത്യേക മണം? അതൊരു സെന്റിന്റെ മണവാ. 1 സെന്റിന് ഇത്ര മണമാണെങ്കിൽ 1 ഏക്കറിന് എന്ത് മണമായിരിക്കും? മതി 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 മതി, ക്ലാസ് തുടങ്ങാം. ചോദിക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഭാരതത്തിലെ 2 പ്രധാന നദികളാണ് സിന്ധുവും ഗംഗയും. അങ്ങനെയെങ്കിൽ പാകിസ്ഥാനിലെ 2 നദികളുടെ പേര് പറയൂ. ഖദീജയും ജമീലയും. അഗ്നിപർവ്വതം എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. എങ്കിൽ ലാവ ഉണ്ടാകുന്നത് എങ്ങനെ? ചെവി പറഞ്ഞുതരാം. വൃത്തികേട്ട് പറയുന്നോടാ. ടീച്ചർ എന്താ ചോദിച്ചത്? ലാവ ഉണ്ടാവുന്നത് എങ്ങനെയെന്ന്. ഞാൻ കേട്ടത് വാവ ഉണ്ടാകുന്നത് എങ്ങനെയെന്നാ. കറണ്ട് പോയി. ടീച്ചറെ, എന്ത് തോന്നിയാസമാണ് നിങ്ങളെ കാണിച്ചത്? അത് ഞാനൊന്ന് വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. നിങ്ങൾക്കറിയാവോ, തലേ വെച്ച നടുകൊടി താഴെ വെച്ച തട്ടി വീഴുവെന്ന് കരുതി പോത്തുപോലെ ഞാൻ വളർത്തിയെടുത്ത ആങ്ങളെയായിവൻ. അവന് നിങ്ങൾ. പക്ഷേ അവൻ ഒന്നൊച്ച വെച്ചിരുന്നെങ്കിൽ, ഒന്നുറക്ക കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ. എടാ കാല, തടി മാടാ, നിനക്കൊന്ന് ഒച്ച വെക്കാമായിരുന്നില്ലേ? ഒന്ന് ഉറക്ക കരയാമായിരുന്നില്ലേ? പട്ടിണി കിടക്കുന്ന പട്ടിക്ക് മട്ടൻ ബിരിയാണി കിട്ടുമ്പോ ഒച്ച വെക്കണോ അതോ തിന്നണോ?